ഇറാൻ അമേരിക്ക സമാധാന കരാർ നിലവിൽ വരുമോ എന്നുള്ളതാണ്. കരാർ ആയി എന്നും ഉടൻ തന്നെ അതിൽ ഒപ്പുവെക്കുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ ഈ എല്ലാം പൂർണ്ണമായി എന്ന് പറയുന്നത് ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നാണ് ഇറാൻ്റെ നിലപാട്. റമസാർ, ഈ കരാർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കരാർ, ലോകം ആഗ്രഹിക്കുന്ന കരാർ, അത് നടപ്പിലായെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് ലോകം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ. പക്ഷേ നമ്മളും അതെ, മിഡിൽ ഈസ്റ്റും ഇന്ത്യയും ഒക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ കരാർ ആയി എന്ന് ട്രംപ് പറയുന്നു, എന്നാൽ ആയിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. ഈ ഒരു ഘട്ടം ശരിക്കും എങ്ങനെയാണ്? അല്ല, ഇറാൻ അത് അങ്ങനെ സമ്പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഇറാൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കരാർ എന്നുള്ളത് തന്നെയാണ് അവരുടെ മുമ്പിലുള്ള ആശയവും. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ പാകിസ്ഥാനാണ് അതിനുവേണ്ടി ഏറ്റവും അധികം മുൻകൈ എടുത്ത് മുന്നോട്ട് വരികയും മറ്റ് രാജ്യങ്ങളും, ഈവൻ ഖത്തർ പോലും, ഖത്തറിന് നേർക്ക് ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഖത്തർ പോലും അതിനകത്ത് ഒരു റോൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സമാധാന കരാർ നിലവിൽ വരും, അതിനകത്ത് ഇനി ഞാൻ സംശയിക്കുന്നില്ല. എൻ്റെ ഒരു റീഡിങ് അതാണ്. അത് പക്ഷേ നാളെയോ മറ്റന്നാളോ എന്നുള്ളത് മാത്രമാണ്. നാളെ തന്നെ ആവാനാണ് കൂടുതൽ സാധ്യത എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഏറ്റവും അധികം ഒരു കമ്പല്ലിംഗ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് കരാറില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന നവംബറിലെ മിഡ് ടേം ഇലക്ഷനിൽ ഒരു സംഗതി സെല്ല് ചെയ്യാൻ ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹത്തിന് ഈ കരാർ വഴിയെങ്കിലും ഉണ്ടാക്കിയേ മതിയാവുള്ളൂ. എന്താണ് ആ കരാർ വഴി ഇറാന് മേൽ അദ്ദേഹം നേടുന്ന മേൽക്കോയ്മ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അദ്ദേഹം പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇറാൻ്റെ ന്യൂക്ലിയർ പരിപാടി ഞങ്ങൾ ഇല്ലാതാക്കാൻ പോവുകയാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കരാർ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ തുടരാം എന്ന് മാത്രമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഏതാണ്ടൊക്കെ പല കാര്യങ്ങളിലും തീരുമാനമാവുകയും അതൊരു ഒരു വർക്കബിൾ സൊല്യൂഷനായിട്ട് വരികയും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ പൊടുന്നനെ US-ഉം ഇസ്രായേലും കൂടി ഈ അറ്റാക്ക് തുടങ്ങുന്നത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്കൊന്നും ഈ ആണവ പദ്ധതിയുമായി, ഇറാൻ്റെ ആണവ പദ്ധതിയുമായിട്ട് എന്തെങ്കിലും നേടിയെടുത്തുകൊണ്ടല്ല ഈ യുദ്ധം അവസാനിക്കുന്നത് എന്നത് നമ്മൾ കാണണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ട്രംപിന് അവകാശപ്പെടാൻ ഇപ്പോൾ അവിടെ അവരുടെ സുപ്രീം ലീഡറെ വധിച്ചു, പകരം ഒരാളെ അവിടെ കൊണ്ടുവന്നു. അത് ആ നാട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സുപ്രീം ലീഡറെ, ഒരു ആത്മീയ നേതാവിനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നു. മാത്രമല്ല അവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇപ്പോൾ ഇവരുടെ പല നാവിക കമാൻഡിന് മേലും അതുപോലെ തന്നെയുള്ള സൈനിക നേതൃത്വങ്ങൾക്ക് മേലൊക്കെ ഈ ആഘാതം ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ട് പോലും അവർക്ക് അവരുടെ കൺട്രോൾ, ആ രാജ്യത്തിന് മേലുള്ള ആ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ജനങ്ങളുടെയോ ഒന്നും തന്നെ കൺട്രോൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല, അവിടുത്തെ വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിലൊന്നും ഒരു നേട്ടവും അവകാശപ്പെടാൻ ട്രംപിന് ഇപ്പോൾ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും അങ്ങോട്ട് നീണ്ടുപോകാൻ സാധിക്കില്ല. അതേസമയം ഇസ്രായേൽ അതിനൊപ്പം ഇല്ലതാനും. യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ഇനിയും ഞങ്ങൾക്ക് വേണ്ടുന്ന അറ്റാക്കുകൾ ഞങ്ങൾ നടത്തും എന്നുള്ള നിലയിലാണ് അവരിപ്പോൾ പ്രതികരിക്കുന്നത്. ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാനുമായി എൻഗേജ് ചെയ്യാൻ ഞങ്ങൾക്കുള്ള അവകാശം ഞങ്ങൾ നിലനിർത്തുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം. എനിവേ, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കരാറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ US-ന് വലിയ നേട്ടങ്ങളൊന്നുമില്ലാത്ത ഒരു കരാർ തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യം 15 നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചെങ്കിലും അതിനകത്ത് പലതും US-നെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഏറെക്കുറെ നീക്കുപോക്ക് മിക്ക കാര്യങ്ങളിലും ഉണ്ടായി എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴുള്ള സ്തംഭനം ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അത് തുറന്നു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് കോയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ കടലിടുക്ക് നിയന്ത്രിക്കാൻ ഉള്ള അവകാശം ഇറാൻ നിലനിർത്തുകയും ചെയ്യുന്നു. നിലനിർത്തുക എന്ന് വെച്ചാൽ നേടിയെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, അതൊരു അന്താരാഷ്ട്ര ചാനലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അതിൻ്റെ മേലുള്ള ഒരു നിയന്ത്രണം ഇറാന് കൈവരുന്നു എന്നുള്ളതാണ്. 2, അത് തുറന്നു കൊടുക്കുന്ന സമയത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കാൻ പോകുന്നു. അമേരിക്കയ്ക്ക് അത് പിൻവലിക്കണം, കാരണം തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിന് പകരം അത് പിൻവലിക്കുന്നു. അവിടെയും അത് നേരത്തെ ഇല്ലാതിരുന്നൊരു സാധനമായിരുന്നു, ഇല്ലാതാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അവിടെ മാറ്റമൊന്നും വരുന്നില്ല.
പിന്നെ എന്ന് വെച്ചാൽ അമേരിക്ക ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ 450 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട്, സമ്പുഷ്ടീകൃത യുറേനിയമുണ്ട്. ഈ യുറേനിയം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് കരാർ വന്നാൽ മാത്രമേ നമുക്ക് മുഴുവനായിട്ടും അതെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് കിട്ടുകയുള്ളൂ. അതേസമയം ഇവർക്ക് ഇറാൻ്റേതായിട്ട് മറ്റ് രാജ്യങ്ങളിൽ ഇറാന് പുറത്തുള്ള സമ്പത്തുകൾ മുഴുവൻ മരവിപ്പിച്ചത് പുനരുജ്ജീവിപ്പിക്കാനും തീരുമാനിക്കുന്നു ഈ കരാറിലൂടെ. ആ നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവൈവൽ പൂർണ്ണമാക്കുന്നതിനാവശ്യമായിട്ടുള്ള വ്യവസ്ഥകളാണ് ഈ കരാറിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. US-നാണെങ്കിൽ ഈ യുദ്ധം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുമെന്നില്ല. അതുമാത്രമല്ല, ബെയ്റൂട്ടിലെ അറ്റാക്ക് കൂടി ഇതിൽ വരാൻ പോവുകയാണ്. ഇപ്പോൾ ലെബനനിലെ അറ്റാക്ക് കൂടി അവസാനിപ്പിക്കുന്ന രീതിയിലാണ് കരാർ വരാൻ പോകുന്നത്. അതും വലിയ നേട്ടമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹിസ്ബുള്ളകൾക്ക് നേരെയുള്ള ഈ അറ്റാക്ക് കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കരാർ എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നു എന്നതിൽ ഉപരിയായിട്ട് അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയും കൂടി ആവുന്നു എന്നതുകൂടിയാണ് അതിൻ്റെ ഫലം. പക്ഷേ അതൊരു റെജീം ചേഞ്ച് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാൻ ആക്രമിച്ചത്. പക്ഷേ അങ്ങനെ റെജീം ചേഞ്ച് നടന്നില്ല എന്ന് മാത്രമല്ല, ഈ കരാറിലൂടെ ഇറാൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെയെങ്കിൽ ഈ സമാധാന കരാർ നിലവിൽ വരുമ്പോൾ അത് ആരുടെ ജയമാണ്, ആരുടെ പരാജയമാണ്? നമ്മൾ സമാധാന കരാറിനെ കുറിച്ച് എല്ലാ വീക്കെൻഡിലും പുള്ളി പറയും ഇങ്ങനെ, കരാറിന് അരികെ എത്തിയിരിക്കുന്നു, ഏതാനും ദൂരങ്ങൾ മാത്രം, ഏതാനും നിമിഷങ്ങൾ മാത്രം എന്നൊക്കെയുള്ളത് സ്ഥിരമായിട്ട് പറയുന്ന സംഗതിയാണ്. അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ യാഥാർത്ഥ്യമാവുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ കരാറിനകത്ത് രണ്ടുപേരും വെച്ചിട്ടുള്ള ഡിമാൻഡ്സ് രണ്ടുപേർക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. രണ്ടുപേരും ദീർഘകാല ശത്രുക്കളാണ്. അമേരിക്ക സാമ്രാജ്യ ശക്തിയും ലോകത്തിന് അപകടമാണെന്ന നിലപാടുള്ള രാജ്യമാണ് ഇറാൻ ഭീകരതയുടെ അച്ചുകൊണ്ടാണെന്ന അഭിപ്രായമുള്ള രാജ്യമാണ് അമേരിക്ക. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരിക്കലും അടുക്കാത്ത രാജ്യങ്ങളാണ്. അവർ തമ്മിൽ കരാർ ഉണ്ടാക്കാനിരിക്കുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം യോജിക്കാൻ കഴിയാത്ത കുറേ പോയിന്റ്സ് വരും. അതിലൊന്നാണ് അതിൻ്റെ സാങ്ഷൻസ് നീക്കുക. ഇറാനെ സംബന്ധിച്ച് സാങ്ഷൻസ് നീക്കിയാൽ അത് തുറക്കപ്പെട്ട ഒരു വലിയ സമ്പദ്ഘടനയായി മാറി അതിൻ്റെ ഈ ഫ്രീസ് ചെയ്തിരിക്കുന്ന അസറ്റ്സ് എല്ലാം തിരികെ കൊടുക്കാൻ തീരുമാനിക്കുക. കോടാനുകോടി രൂപ വരുന്ന പരിപാടിയായിട്ട് അത് മാറും. പിന്നെ ഹോർമൂസിന് നിയന്ത്രണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് തോൽവിയാണ്. തിരിച്ച് അവരാവശ്യപ്പെടുന്ന കാര്യവും പൂർണ്ണമായും ഇറാൻ അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബാലിസ്റ്റിക് കേപ്പബിലിറ്റീസിൻ്റെ എണ്ണം കുറയ്ക്കുക, അതിൻ്റെ ദൂരപരിധി കുറയ്ക്കുക, നിങ്ങളുടെ എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾക്ക് കൈമാറുക, അല്ലെങ്കിൽ ഹോർമൂസ് എന്ന് പറയുന്നത് പൊതുപാതയാക്കുക എന്നുള്ള ആവശ്യം അവർക്കുമുണ്ട്. അപ്പോൾ ഈ നമ്മളെല്ലാവരും ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്നത് ഈ കരാർ, നേരത്തെ സാറ് പറഞ്ഞ കരാർ യാഥാർത്ഥ്യമാകാതെ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. രണ്ടുപേർ കൂടി അടിച്ചാൽ ലോകം നശിക്കും. ഇത് ഇസ്രായേലും ഗസയും തമ്മിലുള്ള അടി പോലെയല്ല. ഇത് ലോകത്തെ ബാധിച്ചു കഴിഞ്ഞ ഒന്നാണ്. നമ്മൾ ഇവിടുത്തെ നരേന്ദ്രമോദി അടക്കം ഉദ്വേഗത്തോടെ കാത്തിരിക്കുകയാണ് ഇത് തീരുമോ ഇല്ലയോ എന്നറിയാൻ. ഒന്നും ചെയ്യാനില്ല, തീർന്നു കിട്ടിയാൽ ഇവിടുത്തെ എണ്ണയുടെ പ്രശ്നം പരിഹരിക്കുക. ഇല്ല, നമ്മൾ ഭയങ്കരമായി പ്രയാസപ്പെടാൻ പോവാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും, GCC രാജ്യങ്ങളും മുഴുവൻ ഈ ക്രൈസിസ് തീർന്നിട്ട് വേണം. അതിനുവേണ്ടി അവർ പുനരുദ്ധാരണ ഫണ്ട് കൊടുക്കാൻ പോലും തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നു പല രാജ്യങ്ങളും രഹസ്യമായി. സോ അവർക്ക് എങ്ങനെയും തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു കരാറിലേക്ക് വന്നേ പറ്റൂ. ആ സമ്മർദ്ദം അമേരിക്ക അനുഭവിക്കുന്നുണ്ട്. അമേരിക്ക ലോകത്തൊരു റോളുള്ള രാജ്യമാണല്ലോ, ഇസ്രായേലിനെ പോലല്ല. ഇസ്രായേലിനെ എന്തും കാണിക്കാം. അപ്പോൾ വരും. നമ്മൾ കാത്തിരിക്കുന്നത് ആ കരാറിനകത്ത് എന്താണുള്ളത്. ഈ ഇറാൻ്റെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കോടിക്കണക്കിന് ഡോളർ തിരിച്ചു കൊടുക്കുമോ എങ്കിൽ അത് ഭയങ്കര സംഭവമായിരിക്കും. സാങ്ഷൻസ്, അതായത് ഭാഗികമായി നീക്കുന്നു. ഭാഗികമായി നീക്കിയാൽ പോലും ഇറാൻ്റെ എണ്ണ കച്ചവടം ഭയങ്കരമായിട്ട് പോവാണ്. പിന്നെ ഈ പറഞ്ഞ ഹോർമൂസിൻ്റെ നിയന്ത്രണം അവർക്ക് തന്നെ നിലനിർത്തും, ഒഫീഷ്യലി നിലനിർത്തും. അവരെ സംബന്ധിച്ച് ഈ നേരത്തെ നടന്നുകൊണ്ടിരുന്ന ചർച്ചകളിൽ അങ്ങനെയുള്ള ഇളവുകൾ ഇല്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ വന്നാൽ അപ്പോൾ അമേരിക്ക എന്തിനാണ് യുദ്ധം ചെയ്തെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവർ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലിമിറ്റഡ് ആയിട്ട് അറ്റാക്ക് നടക്കുമ്പോൾ ഇറാൻ എന്ന് പറഞ്ഞാൽ പുരോഗതി കൈവരിക്കാത്ത ഒരു രാജ്യമാണ്. പലതരത്തിലുള്ള ഇതുകൊണ്ട്, എന്താണ് ഈ സാങ്ഷൻസ് കൊണ്ട് അവിടെ രാജ്യത്തിൻ്റെ ഒരു ഘടന തകരുമ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ തകരുമ്പോൾ ജനമിറങ്ങും. ആദ്യത്തെ അവിടുത്തെ സമരം നടന്നപ്പോൾ ട്രംപ് പ്രസംഗിച്ചല്ലോ, നിങ്ങളെ രക്ഷിക്കാൻ വിമോചനത്തിനായി ഞങ്ങളുടെ പട്ടാളം വരുന്നു. ഞങ്ങളുടെ പട്ടാളം എയർ സ്ട്രൈക്ക് നടക്കുമ്പോൾ അവിടുത്തെ ഭരണകൂടം ദുർബലമാവുകയും ജനങ്ങൾ തെരുവിലിറങ്ങുകയും റെജീം മാറുകയും ചെയ്യുന്നവർ കണക്കൂട്ടി ഈസി ആയിരിക്കും എന്ന് ഓർത്തു. സംഭവിച്ചെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഐക്യദാർഢ്യം ഇറാൻ്റെ കൂടെയായി. നമുക്ക് ഇസ്രായേലിനെ ആക്രമിച്ചത് ജൂതവിരുദ്ധത കൊണ്ടാണ്. ഇസ്രായേലിനെ ആക്രമിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാൻ ഒരു രാജ്യം ഉണ്ടായോ? ഇസ്രായേലിനായിട്ട് ഏറ്റവും വലിയ തിരിച്ചടി ഇതാണ്. ഇസ്രായേലിന് മേൽ വന്ന് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് വീണ് അവിടെ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേലിൽ ആളുകൾ കൊല്ലപ്പെടുകയാണ്. ഇസ്രായേലിനെ ഈ ഇസ്ലാമിക റിപ്പബ്ലിക് ആക്രമിക്കുന്നു, അതിനെ നാം എതിർക്കണമെന്ന് പറയാൻ ഒരു രാജ്യം ലോകത്തുണ്ടായില്ല. അതാണ് ഇസ്രായേലിൻ്റെ ഒറ്റപ്പെടൽ. അപ്പോൾ അമേരിക്കയെ അത് കാണുന്നുണ്ട്. ഞങ്ങൾ ആക്രമിക്കപ്പെടുന്ന എന്ന വിലാപത്തിന് സ്പേസ് കിട്ടിയില്ല. എല്ലാവരും ഇറാൻ്റെ കൂടെയായിരുന്നു. ഇറാനിലെ ജനതയും അതിൻ്റെ കൂടെ. ഇറാനിലെ 79 വിപ്ലവത്തിന് ശേഷം അവരുണ്ടാക്കിയിട്ടുള്ള പവർ സ്ട്രക്ചറാണ് IRGC എന്ന് പറഞ്ഞ ഒരു ഇസ്ലാമിക വിപ്ലവ ഗാർഡ്. എന്ന് വെച്ചാൽ ഭരണകൂട സംരക്ഷണം മാത്രം, ഇസ്ലാമിക് റവല്യൂഷനെ സംരക്ഷിക്കൽ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതിന് ലോകത്തോട് അതിൽ കവിഞ്ഞിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല.
അവരെ സംബന്ധിച്ച് അവർക്ക് മാക്സിമം പ്രൊവോക്കേഷൻ കിട്ടി അവരുടെ സുപ്രീം ലീഡറെ കൊന്നു. ഇനിയിപ്പോൾ എന്ത് വില കൊടുത്തും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക. ഈ യുദ്ധത്തിൽ തോറ്റാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇല്ലാതാവുകയും അവിടെ വേറെ ആരെങ്കിലും ട്രംപ് കൊണ്ടുവെക്കുകയും ചെയ്യും. സോ അവർ മാക്സിമം ഫൈറ്റിലാണുള്ളത്. അവരുമായിട്ടൊരു കോംപ്രമൈസ് ടോക്ക് പോലും മര്യാദയ്ക്ക് പോസിബിൾ അല്ല. അവരെന്ത് ചെയ്തു? ഇനി ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഭരണം മൊത്തം. സോ അമേരിക്കയെ സംബന്ധിച്ച് 2 പ്ലാനുകൾ പാളി. ഒന്ന്, അവിടുത്തെ ഭരണകൂടം ദുർബലമാവുകയും അവർ വേഗം ഒരു കരാറിലേക്ക് വരികയും ചെയ്യുമെന്ന് ഓർത്തു. ബട്ട് IRGC അവിടെ ഡോമിനൻസ് എടുക്കുന്നതുകൊണ്ട് അത്തരം കരാറുകളിലേക്ക് വേഗത്തിൽ അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല. രണ്ടാമത്തേത്, ഭരണകൂടം ദുർബലമാകുമ്പോൾ ജനങ്ങൾ ഇറങ്ങുകയും പാവ സർക്കാരിനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അതും നടന്നില്ല. ബാലിസ്റ്റിക് കേപ്പബിലിറ്റീസ് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അവർ തിരിച്ച് GCC ആക്രമിച്ചതോടുകൂടി അമേരിക്കയുടെ പ്ലാൻ സത്യത്തിൽ സ്റ്റക്കായി പോകണത്. സോ അമേരിക്കയുടെ പ്ലാൻ വേറെ വഴിക്ക് പോവുകയും യുദ്ധം വേറെ വഴിക്ക് വികസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അമേരിക്ക വിഡ്രോ ചെയ്യുന്നത്. അമേരിക്ക വിഡ്രോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആക്രമണ പരിപാടിയുമായിട്ട് തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നതുകൊണ്ടാണ്. ഈ യുദ്ധം നമ്മൾ ജയിച്ചിട്ടില്ല എന്ന് അറിയാവുന്നതാണ്. നമ്മൾ തോറ്റിരിക്കുകയാണ്. ഈ തോറ്റ സമയത്ത് പിന്മാറിയാൽ നെതന്യാഹുവിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വേണേൽ പിന്മാറിക്കോ, ഞങ്ങൾ ഈ പണിക്ക് നിൽക്കുമെന്ന് അവർ പറയുന്നത്. നമ്മളിതിൽ വിജയിച്ചിട്ടില്ല, നമ്മുടെ സഖ്യ പോരാട്ടം വിജയിച്ചിട്ടില്ല എന്നുകൊണ്ടാണ്. ഇറാൻ ഇപ്പോഴും ഇതിൽ ബലം പിടിക്കുന്നത്. നമ്മൾ പിടിക്കുന്നിടത്ത് ഇത് വരും. കാരണം നമ്മൾ ലോകത്തെയാണ് സ്റ്റക്കാക്കിയിരിക്കുന്നത്, ഇസ്രായേലിനെ അല്ല എന്നവർക്ക് അറിയാവുന്നതാണ്. ലോകം സ്റ്റക്കാണ്, അതുകൊണ്ട് അവർക്കറിയാവുന്നതുകൊണ്ട് അവരത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കരാർ യാഥാർത്ഥ്യമാകും. അത് ചിലപ്പോൾ 1-2 ബോംബിംഗ് കൂടെ കഴിഞ്ഞിട്ടും ആവാം. പക്ഷേ ആ കരാറിനകത്ത് ഒരു ഭാഗം മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കരാറായിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.